നടത്തുകയാണ്. കേരളത്തിലെ റോഡുകളിൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും മുൻകൂട്ടി കണ്ടെത്തി പ്രവർത്തനം നടത്തുന്ന ഈ സംഘടനയുമായി ചേർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചതിൽ എനിക്ക് ഉള്ള സന്തോഷം പ്രാഫിന്റെ ഭാരവാഹികളെ അറിയിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിലൂടെ ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കാനും വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമത്തിനാണ് ഇത് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. 2 കേസ് റോഡ് ആക്സിഡന്റ് കേസ് ഞങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് 2 റോഡ് ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കുമ്പോൾ 24ലധികം റോഡ് ആക്സിഡന്റ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ കേസുകളിൽ ഡെത്ത് സംഭവിച്ച പല കേസുകൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റാഫ് പ്രവർത്തിച്ച് വരുന്നത് ഇവിടെ നേരത്തെ മുൻ സംസാരിച്ച സാർ പറഞ്ഞ പോലെ തന്നെ AI ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എത്ര തന്നെ പറഞ്ഞാലും ബൈക്ക് കൊണ്ടുവരാൻ പാടില്ല, ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും പക്ഷേ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഇപ്പോൾ അതിന്റെ ചെയ്യാത്ത വിഷയങ്ങൾ, അതായത് റോഡുകളും പാലങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത, വേണ്ടത്ര വികസനം ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറവാണ് 49 ക്യാമറ. പക്ഷെ തുടക്കത്തിലായതുകൊണ്ട് അത്ര മാത്രം ക്യാമറയുള്ളൂ. നമ്മളെ വിഷയത്തിലേക്കാണ് അല്ലെ, ഇവിടെ വന്നിട്ട് പല ക്ലാസ്സും വേണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. ഉണ്ടാവും. അവരെ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് വാഹനം മാത്രം പരിശോധിക്കാൻ പറ്റില്ല, അവർക്ക് വേറെ ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കാം. അതിന്റെ ഒരു ഭാഗം മാത്രമേ അവർക്ക് വാഹനം പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ വിചാരിച്ചത് ഇവിടെ നടത്തുന്ന എല്ലാ ഡേഞ്ചറസ് ഡ്രൈവിങ്ങും എല്ലാ ഇതുപോലത്തെ ഉപദ്രവം ചെയ്യുന്ന ആളുകളെ പിടിക്കാൻ പറ്റില്ല.